എന്തൊക്കെയുണ്ട് വിശേഷം? പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എന്താണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്? നമ്മളിന്ന് കൊഴുക്കട്ട. അത് എനിക്ക് വേണ്ടത് പച്ചരിയല്ല, കുഴുക്കല്ലരി. കുഴുക്കല്ലരി 8 മണിക്കൂർ കുതിർത്ത് വെച്ചത്. അതിൽ വെള്ളമൊക്കെ വാർത്ത് കളഞ്ഞിട്ട്, പിന്നെ അതില് ചുവന്നുള്ളി, ജീരകം, പിന്നെ കടുക് പൊട്ടിക്കണം, പിന്നെ നാളികേരാണ് മെയിൻ ആയിട്ട് വേണ്ടത്. അത് മധുരമുള്ളതോ മധുരമില്ലാത്തതാ? ഇത് മധുരമില്ലാത്തത്. മധുരമുണ്ട്, മധുരമുള്ളതുണ്ട്. ഇന്നത്തെ മധുരമില്ലാത്തതാണ്. അപ്പൊ അതിന് മധുരമില്ലാത്തത് കൊണ്ട് നമുക്കത് കഴിക്കാൻ വേറെ സൈഡ് ഡിഷ് പോലും ഉണ്ടാകും. നമ്മളൊരു പുതിനയുടെ ചമ്മന്തി ഉണ്ടാക്കുന്നത് അടിപൊളിയാണ് കേട്ടോ. പുതിനയുടെ ചമ്മന്തി എല്ലാത്തിനും കോമ്പിനേഷൻ. അപ്പൊ നമുക്ക് ഇതിന്റെ പണി തുടങ്ങാം. ആദ്യം ഇത് തരിയായിട്ട് പൊടിച്ചെടുക്കണം. നൈസായിട്ട് പൊടിക്കാൻ പാടില്ല, തരി വേണം. ആദ്യം നമ്മള് ഇത് തലേദിവസം അല്ലെങ്കിൽ 8 മണിക്കൂർ കുതിർത്തെടുക്കണം. തരിയായിട്ടാണ് പൊടിക്കേണ്ടത്. പച്ചരി കൊണ്ട് ഉണ്ടാക്കുള്ളൂ. നമ്മൾ കുഴുക്കലവരുണ്ടാകുമ്പോൾ സോഫ്റ്റ് നന്നായി ഉണ്ടാവും. പിന്നെ ഇത് തവിടുള്ളതാണ്. നമ്മളെല്ലാ തവിടുകളും കഴിക്കുന്ന തവിട്, പലഹാരം ഉണ്ടാക്കുന്ന എല്ലാ തവിടും മയാണ് നമ്മൾ. അപ്പൊ നമ്മൾ കൊഴുക്കട്ടയിലേക്കുള്ള ചെറുള്ളി ക്ലീനാക്കാനുള്ള ശ്രമമാണ്. സാധാരണ എനിക്ക് ഉള്ളി ക്ലീനാക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ദേഷ്യം. കാരണം ഉള്ളി അതിൽ സബോളായില്ല. ഇതൊക്കെ തൊലി കളയാൻ തുടങ്ങിയാലോ കണ്ണീന്ന് വെള്ളം വരും. ഭയങ്കര ബുദ്ധിമുട്ടത്. പിന്നെ നിവൃത്തിയോട് ചെയ്യണതാണ്. ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അല്ല ശ്രീമതി അങ്ങനെ അകത്തേക്ക് കയറ്റില്ല. അപ്പോൾ നമ്മൾ ഉള്ളി തൊലി കളഞ്ഞിട്ട് കൊണ്ടിരിക്കുന്നു. ഫുള്ള് തൊലി കളഞ്ഞിട്ട് കാണാം. തരിയായിട്ട് പൊടിച്ച് കഴിഞ്ഞിട്ട് ഇനി അതിൽ ഇത് 3 ഗ്ലാസ് അരി എടുത്തോളത്. 1 ഗ്ലാസ്സിലേക്ക് 3 ഗ്ലാസ് വെള്ളം വേണം. 1 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം വേണം. അപ്പോൾ ഞാനിത് 9 ഗ്ലാസ് വെള്ളം അതിൽ ഒഴിക്കണം. 1 വെള്ളം ഒഴിക്കും. ഇതാണെന്ന് വെച്ചാൽ വെള്ളം 9 ഗ്ലാസ് വെള്ളം ഒഴിക്കും. അരി 1 ഗ്ലാസ് കൊണ്ട്, ആ ഗ്ലാസ് കൊണ്ട് തന്നെ 9 ഗ്ലാസ് വെള്ളം. അതിൽ കുറച്ച് ഉപ്പിടുക. അപ്പോൾ അതിൽ കുറച്ച് ഉപ്പിട്ടു. പിന്നെ എന്താ ചേർക്കണേ? പിന്നെ അത് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് കൊടുക്കണം. ഒന്ന് കട്ടിയാക്കണം. എന്നിട്ട് അതിലേക്ക് നാളികേരം, ഉള്ളി ഇടുക. ഇതൊക്കെ ഇതൊന്ന് മൂപ്പിക്കണം. അപ്പോൾ നമ്മള് അത് അടുപ്പത്ത് വെച്ച് മുറുക്കുമ്പോൾ ഇതിൽ നാളികേരവും ചുവന്നുള്ളി, ജീരകം ചേർക്കണം. ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നാളികേരം, ജീരകം ഇനി ഇത് തിളയ്ക്കുമ്പോൾ ഈ നാളികേരം, ജീരകവും, ഉള്ളിയും കൂടി ഇടണം. എന്നിട്ട് ഇങ്ങനെ ടൈറ്റ്. അപ്പോൾ ആ ടൈറ്റ് ആവാറാകുമ്പോൾ കടുകും ഉഴുന്നും പരിപ്പും പച്ചമുളകും വേപ്പിൻ്റെ ഇലയും കൂടിയിട്ട് തൂപ്പിച്ചിട്ടേലിടും. എന്നിട്ട് ടൈറ്റായിട്ട് കൂട്ടുക. കൊണ്ടിരിക്കുകയെ വറ്റി ഉണങ്ങിയത് നിങ്ങൾ ഇളക്കി. ഞാൻ ഇവിടെ കടുക് പൊട്ടിക്കട്ടെ. ഇതിൽ കുറച്ച് കടുക് പൊട്ടിക്കണം. വെളിച്ചെണ്ണ വെച്ചിട്ടില്ല. വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. ഇനി കടുക് പച്ചമുളക്, ഇതെല്ലാം കൂടി പൊട്ടിച്ചിട്ട് ഇതിലൊഴിക്കുക. അപ്പോഴേക്കും ഇത് ടൈറ്റ് ആവും. ഇതിലേക്ക് ഞാൻ നാളികേരം കുറുകി തുടങ്ങി നാളികേരം കേട്ടോ. നമ്മൾ ആദ്യം ഇടുന്ന നാളികേരം, ഒരു പിടി ജീരകം, ഒരു പിടി കൈപ്പിടിന് കണക്ക്. അതെ, അതൊന്നും ഇങ്ങനെ ആക്കിയിട്ട് ഒരു സ്മെല്ലുണ്ടോ? ഒന്ന് തിരങ്ങിയിട്ടിട്ടുണ്ട്. പിന്നെ ഉള്ളി ഉണ്ട്. അപ്പൊ 3 ഐറ്റങ്ങള് നമ്മൾ ഈ കുറുകിക്കൊണ്ടിരിക്കുന്ന അരിപ്പൊടിയിലേക്ക് ഇട്ടു. ഇനി കരിയാണ് നന്നായി ആക്കണം. ഇതിലേക്ക് കുറച്ച് കടുക് ഇടാൻ. പിന്നെ കടുകിന് വെളിച്ചെണ്ണ ചൂടായിട്ട് ഇപ്പൊ കടുക് കൂട്ടും. കടുക്, പിന്നെ അതില് ഉഴുന്നും പരിപ്പ്, പച്ചമുളക്, വേപ്പില, ഇത് 3 കൂടി ഇടണം. ഇത് ഉലുവല്ലേ, ജീരകം കഴിഞ്ഞല്ലേ. അപ്പൊ കടുക് പൊട്ടി അതിലേക്ക് നമ്മള് ഉഴുന്നും പരിപ്പ് ഇട്ടു. അതൊന്ന് ഇതിൻ്റെ ശേഷം
മുളകും ഇതിൽ കടലപ്പരിപ്പ് ഇടാൻ ചിലരിടും, പിന്നെ കായപ്പൊടി ഇടും. നമ്മൾ പറഞ്ഞിട്ടുണ്ട് കായപ്പൊടിയാണ് ബ്രാഹ്മൺസ് കായപ്പൊടി ഉണ്ടാക്കുക. ബ്രാഹ്മണസിൻ്റെ പച്ചമുളക് ഇട്ട് വേപ്പില. അപ്പോൾ അത് ശരി. അതിന് അത് കുറികൊണ്ടിരിക്കണ് നമ്മൾ മൂപ്പിച്ചത് കടുക്, ഉഴുന്ന്, പച്ചമുളക്, വേപ്പില അതൊക്കെ മൂപ്പിച്ചത് നീക്കിടണം. അപ്പോൾ അതിട്ട് കുറച്ചും കൂടി ഇഞ്ചി ചീഞ്ചട്ടിയിൽ അതിട്ട് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇറക്കിയിട്ട് ഇതിനൊന്നുകൂടി ടൈറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് കൊണ്ടുവിട്ടണം. ഇത് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കുറച്ച് നേരം പിടിക്കുന്നത് ബുദ്ധിമുട്ടാണ്. എന്നാലും ടേസ്റ്റോട് കഴിക്കുന്ന ബുദ്ധിമുട്ടിയാൽ നമുക്ക് ടേസ്റ്റോട് കഴിക്കാം. ഇളക്കിയിട്ട് നമുക്ക് ഉറ്റുന്ന പരിവാക്കാം. അതുവരെ ക്യാമറാമാൻ റെസ്റ്റ്. ഉരുട്ടാനുള്ള പാകത്തിന് ആക്കി ഇവിടെ കുറഞ്ഞിട്ടുണ്ട്. ഇനി ഉരുട്ടാൻ പോവുകയാണ്. ഇതിന് അധികം ഡിസൈൻ ഫിനിഷിങ്ങിൻ്റെ ആവശ്യമില്ലത്. എണ്ണ പറ്റിയില്ല. എണ്ണ പറ്റാൻ ഒരു സ്വല്പം എണ്ണ ഒരു തരി മതിട്ടാ. ആ മതി. അത് കൂടിയിടോ രണ്ട് കയ്യിലേക്ക്. അപ്പോൾ നമ്മൾ ഷിജി ഉണ്ട ഉറ്റി. ഞാനൊരു ഉണ്ട ഉറ്റിയിട്ട് ഫിനിഷിങ്ങിലല്ല അതെ ചെറുതായാലും കുഴപ്പമില്ല. ഇതിങ്ങനെ അമർത്തുന്നത് ശരി. കോഴിക്കോട്ടയ്ക്ക് ആ വിരലിൻ്റെ പാട് വേണം ശരിക്കും. അങ്ങനെ കോഴിക്കോട്ട. പക്ഷെ ഇപ്പം അങ്ങനെ മാറ്റം വരുത്തിയത് തനി ഉണ്ടായി. ഇനിയിപ്പോൾ ഉരുട്ടിയിട്ട് നമുക്ക് വേവിച്ചിട്ട് കാണാം. ഉരുട്ടി ഇനി ഇത് ആവി കൊള്ളിക്കാൻ. അപ്പോൾ ആവി ഇത് ഫുള്ള് ഉരുട്ടി കഴിഞ്ഞാൽ ആവി കൊള്ളിക്കാൻ പോവുക. അരയ്ക്കാൻ പോവാണ്. ആദ്യം മിക്സിക്ക് നാളേരം പുതിനര ഇല, ഇഞ്ചി 2 കഷ്ണം ഇഞ്ചി കണ്ടില്ല, പിന്നെ 2-4 ഒരു 6 മുളക്, 6 മുളക് ഇട്ടു. ആ ഉപ്പും പാത്രം എടുക്കും. അടിക്കാൻ പോവാണ്. അരച്ച് കഴിഞ്ഞു. അതിൻ്റെ സ്വല്പം വെള്ളം ഇതിൽ പിന്നീട് ഒഴിച്ചിരുന്നു കേട്ടോ. അതാണ് ഈ രൂപം കിട്ടി. ഒന്നുകൂടി അരക്കണം. ആ ചെറുനാരങ്ങ പൈത് മുറി നമ്മൾ നീര് പിഴിഞ്ഞൊഴിക്കണം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് അടിക്കണം. അപ്പം നമ്മുടെ പുതിന ചമ്മന്തി തയ്യാറാവും. നമ്മുടെ പുതിന ചമ്മന്തി തയ്യാറായി. അപ്പോൾ നമ്മുടെ കൊഴുക്കട്ട മസാല കൊഴുക്കട്ട തയ്യാറായി. കണ്ടില്ലേ? വെള്ളമായിരുന്ന സാധനം ഉറച്ച് കരിങ്കല് പോലെ സോഫ്റ്റ് ഉണ്ട്. കരിങ്കല്ല് നോക്കി എല്ലാം അത് സോഫ്റ്റ് ഉണ്ട് കരിങ്കല്ല്. അതിലേക്ക് നമ്മൾ കുറച്ച് പുതിന ചമ്മന്തി കൂട്ടിയിട്ടാണ് നമ്മൾ ഈ മസാല കൊഴുക്കട്ട കഴിക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റ് അതിൻ്റെ സൂപ്പറാ. അപ്പോൾ നമ്മുടെ പുതിന ചമ്മന്തിയും മസാല കൊഴുക്കട്ടയും നമ്മൾ കഴിച്ചു. നല്ല ടേസ്റ്റ് അതിൻ്റെ. അപ്പോൾ നിങ്ങളിത് വീട്ടിലുണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കണം നിർബന്ധമായിട്ടും. എന്നാലും അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കാരണം കൊഴുക്കട്ട സാധാരണ മധുരമുണ്ടാവും. ഇത് വെറൈറ്റി കൊഴുക്കട്ടയാണ്. ഉള്ളിൽ വെച്ചിട്ട് നാളികേരം ഉള്ളിൽ ഫില്ല് ചെയ്തിട്ടുള്ള കൊഴുക്കട്ട ഉണ്ടാവും. ഇത് മൊത്തം അതല്ല, വേറെ ടൈപ്പാണ്. ഇത് പിന്നെ പുഴുക്കല്ലിലാണ് ഉണ്ടാക്കുന്നത്. സാധാരണ എല്ലാം പച്ചരി അരച്ചിട്ടാണ് ഉണ്ടാക്കാറ്. പക്ഷെ നമ്മൾ പുഴുക്കല്ലി അതും നമ്മുടെ കളറ് അല്ലെങ്കിൽ നല്ല വെള്ള കളറ് കിട്ടും. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി അതിൻ്റെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് അറിയിക്കുക.
അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നിങ്ങൾ ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യണം. എന്നാലും നിങ്ങൾക്ക് ഞങ്ങൾ വിടുന്ന ഓരോ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് വരും. അപ്പോൾ എല്ലാവർക്കും അടുത്ത ദിവസം കാണുന്നത് വരെ ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണേ.